ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു യാത്ര പോകണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ ദാ നമ്മുടെ ആപ്പിൾ ചാമ്പ കായ്ച്ചിട്ടുണ്ട്. ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇത്. ഇത് എൻ്റെ ഉമ്മ നട്ട ചെടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മാക്കും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ആദ്യത്തെ 3 ചാമ്പയും ഞാനിതാ വിസ്മയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറിച്ചെടുക്കുകയാണ്. ചെടി വാങ്ങിയ സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, ഇത് കായ്ക്കോ ഇല്ലയോ എന്നൊക്കെ. എന്നാൽ ഇത് കായ്ച്ച് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആപ്പിൾ ചാമ്പ ഒരെണ്ണം ഞങ്ങൾ കഴിച്ചു. ബാക്കി കുറച്ച് പറിച്ചത് ഞാൻ ബ്രദറിൻ്റെ അവിടെയും കൊടുക്കുക, ഉമ്മാക്കും കൊടുക്കാമെന്ന് കരുതിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് അന്ന് ദോശയുടെ ബാറ്റർ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചുട്ട് ചട്നിയും കൂടി കൂട്ടിയിട്ട് കഴിക്കുകയായിരുന്നു ഉണ്ടായത്. കുറച്ചധികം ദിവസം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഓരോ സാധനങ്ങളായിട്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. പിന്നെ അതാ ഇക്കന്ന് കൂന്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാൻ മോര് കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലഞ്ചിൻ്റെ പണികളും പെട്ടെന്ന് തന്നെ തീർക്കുകയാണ്. എന്നിട്ട് വേണം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ഒതുക്കിയിട്ടിട്ട് പോകാൻ. നമ്മൾ കുറച്ച് അധിക ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നീറ്റായിട്ട് ഒതുക്കി ഇട്ടിട്ട് പോകാനാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ഇതാ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചോറും പിന്നെ കണവ ഫ്രൈയും, പിന്നെ ഇത് കണവയുടെ മുട്ടയാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. നമ്മുടെ ഫ്രൈഡ് മസാലയില്ലേ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ ചോറും കറികളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ ലഞ്ച് കഴിക്കൽ തന്നെ, വേഗം കഴിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ അതുവരെ അലക്കാനിട്ടിരുന്ന ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ് മുകളിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി കിട്ടി, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇന്നിട്ട ഡ്രസ്സൊന്നും അലക്കിയിട്ടില്ല, അതങ്ങനെ വിരിച്ചിട്ടതാണ്. വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം അതിനുള്ള ടൈമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആവണമല്ലോ. ലഞ്ച് കഴിച്ച ഉടൻ തന്നെ മോൾക്ക് ചാമ്പങ്ങ തിന്നാൻ കൊതിയായിട്ടോ. നമ്മുടെ മറ്റേ സാധാരണ ചാമ്പയില്ലേ അതും കുറേ ഉണ്ടായിരുന്നു കേട്ടോ മരത്തിൽ. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് നമ്മളെന്തായാലും വരുന്ന സമയത്തേക്ക് അത് കൊഴിഞ്ഞു പോവും, ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് മോള് വേഗം അതിനെ പറിച്ചിട്ട് കഴുകിയിട്ട് മുറിച്ചിട്ടു കേട്ടോ ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. കുറച്ച് മധുരമുള്ള ചാമ്പങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ച് ബിസ്ക്കറ്റ് അധികം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്തായാലും കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നില്ല, നമ്മൾ രാത്രിയാണല്ലോ യാത്ര, അപ്പോൾ അധികം ഒന്നും കഴിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഷെയ്ക്ക് അടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ബിസ്ക്കറ്റ് ഒക്കെ ഇതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് പഞ്ചസാരയും പിന്നെ ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് തണുത്ത പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഷേക്ക് എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഈ ഒരു ഷേക്ക് നമുക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീമായിട്ടും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഷേക്ക് അടിച്ചിട്ട് തണുപ്പോട് കൂടിയിട്ട് കുടിക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ മോള് ഗ്ലാസ്സിലേക്ക് അത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ബൂസ്റ്റിൻ്റെ പൗഡറാണ്, അത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തു. എന്നിട്ട് ബ്രൗണി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തു. വെറുതെ ഒന്ന് മഞ്ചത്തിയാക്കി എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ഷേക്കും കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ യാത്രയ്ക്കനുസരിച്ച് നേരത്തെ തന്നെ ഓരോന്നും ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് പച്ചമുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് നമ്മൾ നേരെ കുടുംബ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ പോയ സമയത്ത് ഉമ്മ നിസ്കരിച്ചിട്ട് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയുടെ കൈയൊക്കെ പിടിച്ച് സലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ജീവിത വണ്ടി. ഇക്കയുടെ വണ്ടി അങ്ങനെ ഒതുക്കിയിട്ടേക്കുവാണ്. എന്നിട്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ഇപ്പം നമ്മൾ മലപ്പുറത്തേക്കാണ് കേട്ടോ പോണത്, ബ്രദറിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു 3 days സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ കാസർഗോഡേക്ക് പോവും, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ഓട്ടോ ചേട്ടനും നമ്മുടെ സുഹൃത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും യാത്ര തിരിച്ചു.
8:30ക്കുള്ള രാജറാണി എക്സ്പ്രസ്സിലാണ് കേട്ടോ പോണത്. കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ വേഗം ഓട്ടോ ചേട്ടൻ വണ്ടി വിടുകയാണ്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചുവേളിയിൽ എത്തിച്ചേർന്നു. പിന്നെ രാത്രിയുള്ള ഫുഡ് നമ്മൾ ഇവിടെ കൊച്ചുവേളിയിൽ വന്നിട്ട് ഒരു ചെറിയ തട്ടുകടയിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. നല്ല അടിപൊളി ദോശയും ഓംലെറ്റും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പ്ലാറ്റ്ഫോം തേടിയുള്ള യാത്രയാണിത്. എന്നിട്ട് നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നല്ല അടിപൊളി ചൂടുള്ള കാലാവസ്ഥയാണല്ലോ, അതുകൊണ്ട് തന്നെ യാത്രയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചൂടുകൊണ്ട് അധികം വിയർക്കുന്നത് കൊണ്ടുള്ള ഡീഹൈഡ്രേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളം ബോട്ടിൽസൊക്കെ വാങ്ങി ഇങ്ങനെ കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനിലേക്ക് കയറി. മക്കൾക്ക് 2ആൾക്കും അപ്പർ ബർത്തും ഞങ്ങൾക്ക് മിഡിൽ ബർത്തുമാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ കൊച്ചുവേളിയിൽ നിന്നും ട്രെയിൻ യാത്ര തിരിച്ചു. അപ്പോൾ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റു വീഡിയോകളിൽ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻസിനും ഇൻഷാല്ലാഹ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.